തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി.ജെ.പി പിടിച്ചെടുക്കും. അതിലൊരു സംശയവും വേണ്ട. അത്തരമൊരു ശുഭപ്രതീക്ഷ സ്ഥാനാർത്ഥികൾക്കും ബി.ജെ.പി പ്രവർത്തകർക്കും വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി വിജയത്തിലകമണിയുമെന്ന് തന്നെയാണ് തൻ്റെ വ്യക്തമായ കണക്കൂട്ടലെന്ന് ശാസ്തമംഗലത്ത് കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തു. വളരെ വ്യക്തമായ വിശകലനങ്ങൾക്കും കണക്ക് നിരത്തലുകൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി ബി.ജെ.പി നേതാക്കൾക്കൊപ്പം നിന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികാരം വീട്ടുമെന്നും ബി.ജെ.പി ആത്മവിശ്വാസത്തിലാണെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. വികസനം പറഞ്ഞു തന്നെയാണ് ഓരോ ബി.ജെ.പി സ്ഥാനാർത്ഥിയും എൻ.ഡി.എ സ്ഥാനാർത്ഥിയും വോട്ട് തേടിയത്. അടിസ്ഥാനപരമായ വികസനമാണ് എൻ.ഡി.എയുടെ ലക്ഷ്യം. മോദി സർക്കാർ ലഭിക്കുന്ന സ്വീകാര്യത കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണെന്നും സുരേഷ് ഗോപി വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ കണക്കുകൾ തെറ്റാൻ വഴിയില്ല. ഇക്കുറി ഇടത് കേന്ദ്രങ്ങളിലും UDF കേന്ദ്രങ്ങളിലും ഉണ്ടായ ആ വോട്ട് തകർച്ചയുടെ കണക്കെടുത്താൽ തന്നെ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷമായ ബി.ജെ.പിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ കൂടുതൽ മെച്ചപ്പെട്ട നില വീണ്ടെടുക്കാനാകുമെന്ന പ്രതീക്ഷ നൽകുന്നു എന്നാണ് സുരേഷ് ഗോപി അടക്കമുള്ള ബി.ജെ.പി സംസ്ഥാന നേതാക്കന്മാരുടെ വിലയിരുത്തലും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരവും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അധികാരത്തിലിരുന്ന പതിറ്റാണ്ടുകളിൽ കോൺഗ്രസിനും CPM-നും കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉത്തരം ലളിതമാണ്, ഇല്ല. കേരളത്തിൻ്റെയും മലയാളികളുടെയും താൽപ്പര്യങ്ങൾ യഥാർത്ഥത്തിൽ സംരക്ഷിച്ചത് ആരാണ്? അതിൻ്റെയും ഉത്തരം വളരെ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി NDA സർക്കാർ. കേന്ദ്രത്തിൽ CPM പിന്തുണയോടുള്ള 10 വർഷത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ 11 വർഷത്തെ ഭരണകാലയളവിലുമുണ്ടായ നേട്ടങ്ങളുടെ വിവരങ്ങളും രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്കായി പങ്കുവച്ചു. ഇത് രണ്ടും താരതമ്യപ്പെടുത്തിയാൽ കേരളത്തിൻ്റെ വികസനത്തിനായി ആരാണ് കൂടുതൽ സംഭാവനകൾ നൽകിയതെന്ന് വ്യക്തമാകും. അടുത്ത 5 വർഷം നിങ്ങളുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിനായി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തിന് NDAക്ക് വോട്ട് ചെയ്യണം എന്നതിൻ്റെ ഉത്തരം വികസനത്തിനും അഴിമതിരഹിത ഭരണത്തിനും വേണ്ടി വോട്ട് ചെയ്യുക എന്ന് തന്നെയാണെന്നും രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു 24 മണിക്കൂറായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ആരാണ്? അത് നല്ലൊരു ഡിബേറ്റാണ്. അതിന്റെ ഭാഗമായി ചില കോൺഗ്രസ്സുകാരും ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇത് ചർച്ച ചെയ്യണം. ഇവിടെ എത്ര കൊല്ലമായി ഭരിക്കുന്ന CPM-ഉം കോൺഗ്രസും കേരളത്തിന്റെ താല്പര്യം സംരക്ഷിച്ചോ? അത് കൃത്യമായ ഒരു പ്രശ്നമാണ്. അതിന്റെ ഉത്തരം ഇല്ല, ചെയ്തിട്ടില്ല. 10 കൊല്ലം UPA സർക്കാർ, കോൺഗ്രസ് ഭരിക്കുന്ന UPA സർക്കാർ സെൻട്രൽ ഗവൺമെന്റിൽ ഭരിക്കുമ്പോൾ, CPM-ന്റെ പിന്തുണയോണ്ട് ഭരിക്കുമ്പോൾ 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന്. അവരെന്തെങ്കിലും ചെയ്തോ കേരളത്തിന് വേണ്ടി, കേരളത്തിന് ജനങ്ങൾക്ക് വേണ്ടി? ഇല്ല, ചെയ്തില്ല. അവര് ഭയങ്കര ബിസി ആയിരുന്നു. ഭീകരമായ അഴിമതി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. നാടിന്റെ കുട്ടികൾ ഇന്ന് സഹിക്കുന്നത് തൊഴിലില്ലായ്മ. അവരെ താല്പര്യം സംരക്ഷിക്കാൻ കോൺഗ്രസും CPM എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. സാധാരണ കുടുംബങ്ങൾ ഇന്ന് വിലക്കയറ്റം സഹിക്കുമ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവരെന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. നാട്ടിൽ വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ LDF-ഉം UDF-ഉം എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. ദ്രോഹിച്ചു. അത് മാത്രമല്ല, ശബരിമലയെന്നും ഗുരുവായൂരെന്നും സ്വർണക്കൊള്ളയും കാശും കൊള്ള ചെയ്യുന്നത് 2 പാർട്ടികളാണ്. ദേവസ്വം ബോർഡിന്റെ ദല്ലാൽമാരുടെ സ്ഥാപനമായിട്ട് ആരാണ് മാറ്റിയത്? കോൺഗ്രസും CPM-ഉം. നമ്മുടെ നാട്ടിന്റെ രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലെ സംഘടനകൾ ആരാണ് കൊണ്ടുവന്ന് കയറ്റിവെച്ചിരിക്കുന്നത്? നാടിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോ? ജനാധിപത്യ സംവിധാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോ? ഇല്ല. കോൺഗ്രസ് ചെയ്തില്ല, CPM-ഉം ചെയ്തില്ല. ഇതാണ് സത്യം. വികസനമില്ലായ്മ, അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ, ഇതാണ് ഇവര് CPM-ഉം കോൺഗ്രസ് തന്നിരിക്കുന്നത്. എത്രയോ തവണ ജനങ്ങളെ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, വികസനത്തിന് വേണ്ടി അധ്വാനിക്കുക, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, വിലക്കയറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യേ, ജനങ്ങളുടെ ഓരോരോ സാധാരണ പ്രശ്നങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചെയ്യേ, ഒന്നും ചെയ്തില്ല. സെൻട്രൽ ഗവൺമെന്റിൽ ഉണ്ടാവുമ്പോഴും ഇവിടെ ഭരിക്കുമ്പോഴും. ഇതാണ് സത്യം. ഈ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവരെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയാണ്. അത് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ഡിസ്കോഴ്സ്, ഈ ഡിബേറ്റ് നമ്മൾ ചെയ്യണം. ജനങ്ങൾ ഇതിന്റെ ഭാഗമായി ഇത് മനസ്സിലാക്കണം. എത്രയോ കൊല്ലമായി LDF-ഉം UDF-ഉം ഭരിച്ചു. ജനങ്ങളെ വിശ്വസിച്ച് അവസരം കൊടുത്ത് ഭരിച്ചപ്പോൾ അവര് നാടിന് താല്പര്യം സംരക്ഷിച്ചില്ല. അവര് അവരുടെ പാർട്ടിക്കും വേണ്ടി,
അവരെ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ഇന്ന് കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് റെയിൽവേ പ്രോജക്റ്റിൽ 5 കൊല്ലം 2009 മുതൽ 2014 372 കോടിയാണ് നമ്മുടെ കേരള നാട്ടിന് കിട്ടിയത്. നരേന്ദ്രമോദിജിന്റെ സർക്കാരിന്റെ സമയത്ത് 2744 കോടി എല്ലാ കൊല്ലം ആവറേജ് ആയിട്ട് കിട്ടിയ. എത്രയോ കൊല്ലമായി സ്റ്റക്കായി കിടക്കുന്ന ആലപ്പുഴ ബൈപ്പാസ്, അതുപോലെ എത്രയോ ഹൈവേ പ്രോജക്ട് UDFന്റെ കാലത്തും CPMന്റെ കാലത്തും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. നരേന്ദ്രമോദിജിന്റെ സർക്കാർ കഴിഞ്ഞ 11 കൊല്ലം ഇതെല്ലാം ചെയ്തു. അതിന്റെ അപ്പുറം എത്രയോ കിലോമീറ്റർ പുതിയ നാഷണൽ ഹൈവേ ഉണ്ടാക്കി. UPA 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ മൊത്തം റൂറൽ റോഡ് 1717 കിലോമീറ്റർ ആണ് ഉണ്ടാക്കിയത്, 682 കോടി ചെലവിൽ. 11 കൊല്ലം NDA സർക്കാരിൽ അത് 2400 കിലോമീറ്റർ 1613 കോടി ചെലവില്. അതുപോലെ എത്ര കണക്കുണ്ട്. ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറഞ്ഞ കേരള സർക്കാരിന് 25,000 കോടിയാണ് 10 കൊല്ലം കോൺഗ്രസ് സർക്കാർ തന്നത്. നരേന്ദ്രമോദിജി സർക്കാർ കേരളത്തിന് കൊടുത്തത് 1,43,117 കോടി, 482.8% കൂടുതൽ. ഇതുപോലെ എത്ര കാര്യങ്ങൾ പറയാനുണ്ട്. പ്രശ്നം കറക്റ്റ് ആണ്. കേരളത്തിന്റെ താല്പര്യം ആര് സംരക്ഷിച്ചു? ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ LDFും സംരക്ഷിച്ചില്ല, കോൺഗ്രസും സംരക്ഷിച്ചില്ല. നാടിനു വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി, നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് നരേന്ദ്രമോദിജിയാണ് താല്പര്യം, കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു സർക്കാർ. ആ പാർട്ടിയാണ് BJP NDA. അപ്പോൾ ഈ ചർച്ച നല്ല ചർച്ചയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ ചർച്ചയാണ് നടക്കേണ്ടത്. ആരാണ് നാടിനു വേണ്ടി അധ്വാനിക്കുന്നത്? ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ടി പ്രവർത്തിക്കുന്നത്? ഇതാണ് ചോദ്യം. വിവാദങ്ങളല്ല, വികസനമാണ് നമുക്ക് വേണ്ടത്. ഇനി വരാൻ പോകുന്ന കാലത്തിൽ വികസിത കേരളം, നമ്മുടെ രാഷ്ട്രത്തിൽ ഇതിനു വേണ്ടി ഒരു വികസന മത്സരം നടക്കണം. വികസനത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇതിന്റെ ചർച്ച നടക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യമായി LDFും UDFും നാടിനെ കുറിച്ച് ഒരു ചർച്ച തുടങ്ങുന്നത്. ആ ചർച്ച തുടരണം. ഈ ചർച്ചയിൽ ജനങ്ങൾ പങ്കെടുക്കണം. ഇതിന്റെ സത്യം മനസ്സിലാക്കണം. NDA BJP മുമ്പോട്ട് വയ്ക്കുന്ന ഈ വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാടിന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, പിന്തുണ തരണം, ഞങ്ങളെ ജയിപ്പിക്കണം. നമ്മുടെ നാടിനെ നന്നാക്കാൻ, വികസിത കേരളം സൃഷ്ടിക്കാൻ ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. മാറാത്തത് ഇനി മാറും.